അമ്മായിന്റെ മോനെന്നല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്ക് അതുകൊണ്ട് തന്നെ വെള്ള പോഷന്റെ ആവശ്യമില്ല, ഇതിൽ രാഷ്ട്രീയവും ഇല്ല. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ തന്നെ പറയും. നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണി, ബാക്കി അത് കഴിഞ്ഞിട്ട് പറയാം. ബലാത്സംഗ കേസിലെ പരാതിക്കാരിയെ അപമാനിക്കാൻ സംഘടിത ശ്രമം. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പോസ്റ്റുകൾ ഇട്ട രാഹുൽ ഈശ്വറും സന്ദീപ് വാര്യർക്കുമെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ പങ്കുവച്ചു. പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നാണ് ഒരു വ്യാജ കേസാണ്. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണേ. സത്യങ്ങൾ വിളിച്ചു പറയുന്നത് ആരായാലും അവർക്കെതിരെ കേസ് എടുക്കുകയാണ്, കള്ളക്കേസ് എടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇവിടെ ആരാണ് സത്യത്തിൽ ഇര? ഇവിടെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ യുവതിയുടെ ഭർത്താവിന്റെ ഐഡന്റിറ്റി ആരെങ്കിലും വെളിപ്പെടുത്തിയോ? അയാളല്ലേ ശരിക്കും ഇര? അയാളാണ് ഇര. അയാൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇര. ഇവർ രണ്ടുപേരാണ് ഇര, പെൺകുട്ടിയല്ലേ ഇര. നമ്മൾ വ്യക്തിവിരോധങ്ങളും രാഷ്ട്രീയവും മാറ്റി നിർത്തി നമുക്ക് സംസാരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കാം, ഇവിടെ ആരാണ് ശരിക്കും ഇര? കല്യാണം കഴിച്ചിട്ട് വെറും മാസങ്ങൾ മാത്രമായിട്ടുള്ള ഒരു യുവതി കല്യാണം കഴിച്ച കാര്യം മറച്ചു വെച്ച് അവിവാഹിതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനോട് ഫേസ്ബുക്കിൽ അങ്ങോട്ട് പോയി മെസ്സേജ് അയച്ച് ബന്ധം സ്ഥാപിച്ച് അവർ തമ്മിൽ പ്രണയത്തിലായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവിടെ വരെ എടുത്ത് നമുക്ക് പരിശോധിക്കാം. ആരാണ് ഈ വിഷയത്തിൽ ഇത്രയും കാര്യങ്ങൾ നടന്നതിൽ ആരാണ് ഇവിടെ തെറ്റുകാരി? തീർച്ചയായിട്ടും ആ പെണ്ണ് തന്നെയാണ് തെറ്റുകാരി. ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങൾ എടുക്കാം. അവർ തമ്മിൽ പ്രണയത്തിലായി, ഫിസിക്കലി റിലേഷനിലായി, പെണ്ണ് ഗർഭിണിയായി. 18 വയസ്സ് കഴിഞ്ഞ് 2 പേരാണ്. പിന്നെ അബോർഷൻ ചെയ്യുന്ന കാര്യം അതും ലീഗലാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു മാധ്യമം പോലും ഈ പെണ്ണ് ചെയ്ത കൊടും ചതിയെ ഫോക്കസ് ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത്തരം കേസുകളിൽ, ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം പൊതുവെ കണ്ടുവരുന്നത് ഇരയാകുന്നത് പെണ്ണാണ്. ആ ഒരു ഒറ്റ ബോധ്യമുള്ളത് കൊണ്ടും ഗ്രൗണ്ട് സപ്പോർട്ട് പെണ്ണിന് കിട്ടും എന്നുള്ളത് കൊണ്ടും പെണ്ണിന് എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണയുണ്ട്. ഈ വിഷയത്തിലും സംഭവിക്കുന്ന അതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുബോധം ഇരയുടെ കൂടെ നിൽക്കും. അത് പെണ്ണാവുന്നത് കൊണ്ട് പെണ്ണിന്റെ കൂടെ നിൽക്കും. അപ്പൊ പെണ്ണിനെതിരെ ഒരു ചാനൽ സംസാരിച്ചാൽ കേരളത്തിലെ പൊതു സമൂഹം ആ ചാനലിന് അഗെയിൻസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ആ ചാനലിന്റെ റേറ്റിംഗ് കുറയും. റേറ്റിംഗിന് വേണ്ടി എന്ത് തന്തയില്ലാത്തവരും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പെണ്ണ് ചെയ്ത അതേ കാര്യം ഒരു വിവാഹിതനായ ചെറുപ്പക്കാരൻ ആ വിവാഹിതനായ കാര്യം മറച്ചു വെച്ച് ഒരു പെണ്ണിനെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് അവർ തമ്മിൽ ബന്ധപ്പെട്ട് പെണ്ണ് ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ആരാണ് അതിൽ തെറ്റുകാരൻ? ആണല്ലേ? പുരുഷനല്ലേ? അതേ കാര്യം തന്നെയല്ലേ ഈ പെണ്ണും ചെയ്തത്? അപ്പോഴും പുരുഷനാണ് തെറ്റുകാരൻ. എന്താ അവസ്ഥ? കഷ്ടം.